മിമിക്രി ലോകത്ത് നിന്ന് സിനിമയിലേക്ക് എത്തിയതാണ് ദിലീപ്. അസിസ്റ്റന്റ് ആയിരിക്കുമ്പോഴും അഭിനയമോഹമുണ്ടായിരുന്നു. താരങ്ങളെല്ലാമായി അന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഇപ്പോഴും അത് ശക്തമായി തുടരുന്നുമുണ്ട്. മോഹൻലാലുമായി പ്രത്യേകമൊരു ആത്മബന്ധമുണ്ട് തനിക്ക് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അഭിമുഖങ്ങളെല്ലാം മോഹൻലാലിനെക്കുറിച്ച് വാചാലനാകാറുമുണ്ട് ദിലീപ്. ഒരു അഭിമുഖത്തിൽ ദിലീപ് മോഹൻലാലിനെക്കുറിച്ച് വാചാലനായിരുന്നു. അതും ഇമോഷണലായിട്ട് മോഹൻലാലിനെക്കുറിച്ച് സംസാരിച്ചത്. തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും കുടുംബത്തിനെക്കുറിച്ചുമെല്ലാം അദ്ദേഹം സംസാരിച്ചു. ലാലേട്ടനെ നമ്മൾ കടൽ, ആന, മഴ നമ്മളിങ്ങനെ എപ്പോഴും മടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആളാണ്. എല്ലാവർക്കും അല്ലേ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ആളാണ്. ശരിക്കും പുള്ളിയെ നമ്മൾ പറയില്ലേ, ചില ഗന്ധർവ ജന്മങ്ങൾ വരിക എന്ന് പറയില്ലേ. ഇതിനു വേണ്ടി വന്നിരിക്കുന്ന നമുക്ക് അവരുമായിട്ട് ഇടപഴകാനും അവരുടെ കൂടെ നിൽക്കാനും അവരുടെ കൂടെ സിനിമകൾ ചെയ്യാനും ഒക്കെ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ദൈവ അനുഗ്രഹം ഉണ്ടല്ലോ. അവര് നമ്മളെ ചേർത്ത് പിടിക്കുക അത് വലിയ കാര്യമല്ല. നമുക്ക് നമ്മുടെ സീനിയേഴ്സുമായുള്ള ബന്ധം അതാണ്. ഞാൻ അവരുടെ കൂടെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സുരേഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ സുരേഷേട്ടനാണ് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ആദ്യം ഗസ്റ്റ് അപ്പിയറൻസ് ഒന്നിച്ച് ചെയ്തത്. മാനത്തെ കൊട്ടാരം. അന്ന് തുടങ്ങിയൊരു ബന്ധമാണ്. ഫാഫാബ എന്ന ചിത്രത്തിൽ ദിലീപിനുമൊത്ത് മോഹൻലാലും അഭിനയിച്ചിരുന്നു. ഇരുവരും ഒന്നിച്ചെത്തുന്ന തരത്തിൽ തുടക്കത്തിൽ തന്നെ ചിത്രം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ആരാധകൻ എന്ന നിലയിൽ ഞാനാണ് ഉദ്ദേശിച്ച മോഹൻലാലിനെയാണ് ചിത്രത്തിൽ കണ്ടതെന്നും ദിലീപ് പറയുന്നു. എടാ ശരിക്കും ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാകുമോ എന്നായിരുന്നു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മോഹൻലാൽ പറഞ്ഞത്. ഞങ്ങൾ ആസ്വദിച്ച് ചെയ്ത ചിത്രമാണ്. പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടായിരുന്നു എന്ന് ദിലീപ് പറഞ്ഞു. പതിവിൽ നിന്നും വ്യത്യസ്തമായി യാതൊരുവിധ പ്രമോഷനും ഇല്ലായിരുന്നു ചിത്രം എത്തിയത്. ടീസറും പോസ്റ്ററും ട്രെയിലറും എല്ലാം പങ്കുവെക്കാൻ തുടങ്ങിയപ്പോൾ ലാലേട്ടനാണ് അത് സ്വന്തം പേജിലൂടെ ചെയ്യാൻ പറഞ്ഞത്. സൈബർ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ അത് അദ്ദേഹത്തെ നെഗറ്റീവ് ബാധിക്കില്ല എന്നായിരുന്നു ഞങ്ങളുടെ ആശങ്ക. എന്നാൽ അതിനെയൊന്നും കുറിച്ച് ആലോചിക്കണ്ട. നമുക്ക് വേണ്ടതുപോലെ ചെയ്യാമെന്ന മറുപടിയുമായി കൂടെ നിൽക്കുകയായിരുന്നു മോഹൻലാൽ. ജീവിതത്തിൽ ഇതുവരെയില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടപ്പോഴും മോഹൻലാലിന്റെ നിശബ്ദ പിന്തുണ ദിലീപിനൊപ്പമായിരുന്നു. കാര്യമായി ഒന്നും പ്രതികരിക്കാതെ മാറി നിൽക്കുകയായിരുന്നു അദ്ദേഹം. താരസംഘടനയുടെ നേതൃസ്ഥാനവും മാറിയിരുന്നു. കേസിൽ കുറ്റാരോപിതനാകുന്നതിന് മുമ്പാണ് ലാലും ദിലീപും ഒന്നിച്ച് അഭിനയിച്ചത്. അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്ന വിമർശനം. ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് സിനിമ ഇറങ്ങുന്നത്. താരങ്ങളോ പേരുമായി ബന്ധപ്പെട്ട് സിനിമയെ ബഹിഷ്കരിക്കുന്ന പ്രവണത ശരിയല്ലെന്ന് താരങ്ങൾ തന്നെ പ്രതികരിക്കുന്നു.